ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ഇൻക്രെഡിബിൾ ഇംഗ്ലീഷ്. അപ്പോൾ ഇന്ന് നമ്മൾ അനന്തർ എക്സാം റിലേറ്റഡ് ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അനന്തർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആൻഡ് ഇറ്റ് ഈസ് സർട്ടൻ റിപ്പോർട്ടഡ് സ്പീച്ച്. നമുക്ക് 10th സ്റ്റാൻഡേർഡ് ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ അറിയാം, അതിൽ സർട്ടൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും റിപ്പോർട്ടഡ് സ്പീച്ച്. ഒരു ക്വസ്റ്റ്യൻ അല്ല, അതിൽ നിന്നൊരു 2 ക്വസ്റ്റ്യൻസ് കാണും. ഐദർ ഒരു കോൺവെർസേഷൻ തന്നിട്ട് അതിനെ ഗ്യാപ്പ് ഫില്ലിംഗ് പോലെ ചെയ്യാൻ കാണും, അതല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ കാണും. നമുക്ക് ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് വി നോ ദാറ്റ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്നുള്ളത് ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്. ഒരു സിംഗിൾ വീഡിയോയിലൊന്നും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കല്ല റിപ്പോർട്ടഡ് സ്പീച്ച്. അതുകൊണ്ട് തന്നെ ഇതൊരു 3 സെഷൻസ് 3 പാർട്സ് അത് തന്നെ ഷോർട്ട് ഫോമിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് അല്ല, ഒരു എക്സാം ടൈം ഒരു ഫൈനൽ ബ്രഷിംഗ് അപ്പ് ഫൈനൽ റിവിഷന് വേണ്ടിയിട്ട് ഒന്ന് ഓടിച്ച് നോക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ടോപ്പിക്. അപ്പം നമുക്കറിയാം, റിപ്പോർട്ടഡ് സ്പീച്ചിനെ നമുക്ക് ഓൾസോ നോൺ ആസ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഒരു ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നമ്മൾ അതിനെ ഇൻഡയറക്റ്റ് ആക്കും, അതാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന്, ഒരു ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റിന് 2 ഇമ്പോർട്ടൻറ്റ് പാർട്സ് കാണും അല്ലേ? എന്താണ്? റിപ്പോർട്ടിംഗ് വെർബ് പാർട്ടും റിപ്പോർട്ടഡ് സ്പീച്ച് പാർട്ടും. റിപ്പോർട്ടിംഗ് വെർബ് ആൻഡ് റിപ്പോർട്ടഡ് സ്പീച്ച് പാർട്ട്, ഇങ്ങനെ 2 പാർട്സ് ആണ് ഉള്ളത്. ഏതാണ് റിപ്പോർട്ടഡ് സ്പീച്ച് പാർട്ട്? ദാറ്റ് വിച്ച് ഈസ് ഗിവൺ ഇൻസൈഡ് ദ ഇൻവേർട്ടഡ് കോമസ്. അതിനെയാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് പാർട്ട് എന്ന് പറയുന്നത്, ഇൻവേർട്ടഡ് കോമസിനകത്തുള്ള ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പാർട്ട്. ആൻഡ് റിപ്പോർട്ടിംഗ് വെർബ് പാർട്ട് എന്ന് പറയുന്നത് വെളിയിലുള്ളത്. ലൈക്ക് റിപ്പോർട്ടിംഗ് വെർബ് ഏതൊക്കെയാണ്? വേർഡ്സ് ലൈക്ക് ആസ്ക്ഡ്, അല്ലെങ്കിൽ ടോൾഡ്, സെഡ്, ദെൻ എക്സ്ക്ലെയിംഡ്, ഇങ്ങനെയുള്ള വേർഡ്സ് ആണ് എന്ത് റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കണം. ഇനി നമുക്ക് ഒരു റിപ്പോർട്ടഡ് സ്പീച്ച് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്ന ചേഞ്ചസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിനറ്റ്ലി ടെൻസ് ചേഞ്ച് തന്നെയാണ്. ടെൻസ് ചേഞ്ച് എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ആയിട്ട് പോകുന്നൊരു കാര്യമാണ്. ഓരോ ടെൻസും ഓരോ ഫോമിലേക്ക് വേണം ചേഞ്ച് ചെയ്യാൻ. നമുക്കറിയാം, സിമ്പിൾ പ്രസന്റ് പാസ്റ്റ് ആവും, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ആവും, ദ ലിസ്റ്റ് ഗോ ഓൺ. അപ്പോൾ ആ ലിസ്റ്റ് നമുക്ക് കമ്മിങ് സ്ലൈഡിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ടെൻസ് ചേഞ്ച് ഉണ്ട്. ഓക്കെ, വാട്ട് ഇസ് ദ സെക്കൻഡ് ചേഞ്ച്? വേർഡ്സ് ഡിനോട്ടിംഗ് നിയർനെസ് ഇൻ ടൈം ഓർ പ്ലേസ്. ടൈമും പ്ലേസും ഡിനോട്ട് ചെയ്യുന്ന വേർഡ്സ് ലൈക്ക് ഇതൊക്കെയാണ് ഹിയർ, നൗ, എഗോ, അതുപോലെ യെസ്റ്റർഡേ, ടുഡേ, ഇങ്ങനെയുള്ള വേർഡ്സ്. ഇത്തരം വേർഡ്സും ചേഞ്ച് ചെയ്യും. അത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ കാണാം. ഓക്കെ, അപ്പം ഇതാണ് 2 ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് വരുന്നത്. ഇനി റിപ്പോർട്ടിംഗ് വെർബ് അക്കോർഡിംഗ്ലി ചൂസ് ചെയ്യണം. സെൻറ്റൻസിൻ്റെ ടൈപ്പ് അനുസരിച്ച് ചൂസ് ചെയ്യണം. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണെങ്കിൽ എക്സ്ക്ലെയിംഡ്. ഓക്കെ, ക്വസ്റ്റ്യൻ ആണെങ്കിൽ, ഒരു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ എന്നോ എൻക്വയർഡ് എന്നോ, ഇനി ഇമ്പറേറ്റീവ് ആണെങ്കിൽ റിക്വസ്റ്റഡ് എന്നോ, അല്ലെങ്കിൽ പ്രൊപ്പോസ്ഡ് എന്നോ, സജസ്റ്റഡ്, അങ്ങനെയുള്ള വേർഡ്സ് അക്കോർഡിംഗ്ലി നമ്മൾ ചൂസ് ചെയ്യണം. പിന്നെ അനദർ ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് വിച്ച് ഐ ഹാവ് നോട്ട് മെൻഷൻഡ് ഹിയർ, എന്താണ്? പങ്ക്ച്വേഷൻ മാർക്സ് എല്ലാം റിമൂവ് ചെയ്ത് ഒരു കൺജങ്ഷൻ കൊണ്ട് ആഡ് ചെയ്ത് അതിനെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറ്റുന്നു അല്ലേ? ഏത് കിട്ടിയാലും, ഏത് സെന്റൻസ് കിട്ടിയാലും, ഈവൻ ഇഫ് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ അതിനെ എന്തായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത്? ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അത് ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് ആണ്. അപ്പോൾ അവിടെ നമ്മൾ പങ്ക്ച്വേഷൻ മാർക്സ് റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? ഒരു കൺജങ്ഷൻ അല്ലെങ്കിൽ ഒരു കണക്റ്റിംഗ് വേർഡിനെ യൂസ് ചെയ്യുന്നു. അപ്പോൾ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കണക്റ്റിംഗ് വേർഡ് ഏതാണ്? ദാറ്റ് ആണ് അല്ലേ? ദാറ്റ് യൂസ് ചെയ്തിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സിറ്റുവേഷൻസിലും ദാറ്റ് അല്ല യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസിൻ്റെ കേസിൽ, ഇമ്പറേറ്റീവ് സെൻറ്റൻസസിൻ്റെ കേസിലൊക്കെ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. അത് എന്താണെന്നുള്ളത് ആ ടൈപ്പ് ഓഫ് സെൻറ്റൻസസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പറയാം. എങ്കിലും മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന കൺജങ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ദാറ്റ് യൂസ് ചെയ്യും. അതാണ് 4th പോയിന്റ്. കമ്മിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്, when there are 2 sentences combined with the help of a conjunction and both the sentences have different tenses. അതായത് ഒരു ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കിട്ടി. ഞാൻ ടോക്ക് ചെയ്യുന്നത് ആ ഇൻവേർട്ടഡ് കോമേഴ്സിനകത്തുള്ള പാർട്ടിനെ കുറിച്ചാണ്. ആ തന്നിരിക്കുന്നത് ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു 2 ടെൻസസ് അതിനകത്ത് വരുന്നു. ആ 2 സെന്റൻസസ് ഉണ്ട്. 2 സെന്റൻസസിനും ഡിഫറെൻറ്റ് ടെൻസസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ജോയിൻഡ് യൂസിങ് എ കൺജങ്ഷൻ. സേ ഫോർ എക്സാമ്പിൾ, ആൻഡ് യൂസ് ചെയ്തത് കമ്പൈൻ ചെയ്തിരിക്കുന്നു. ആൻഡ് ഒരു സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ, മറ്റേ സെന്റൻസ് ഫ്യൂച്ചർ ടെൻസിലാണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ടു വിച്ച് ടെൻസ് വി ഹാവ് ടു ചേഞ്ച്, അവരുടെ കൺഫ്യൂഷൻ വരും. എന്ത് ചെയ്യണം? സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ളതിനെ സിമ്പിൾ പാസ്റ്റിലേക്കും മാറ്റണം, ഫ്യൂച്ചറിലുള്ളതിനെ ഫ്യൂച്ചർ കണ്ടീഷനിലേക്കും മാറ്റണം. അക്കോർഡിംഗ് ടു ദ ടെൻസ് ഓഫ് ദ സെന്റൻസസ് അതിനെ നമ്മൾ ചേഞ്ച് ചെയ്യുക.
സെപ്പറേറ്റ് ആയിട്ട് ഡിഫറെന്റ് ആയിട്ടാണ് ചേഞ്ച് ചെയ്യണം അക്കോർഡിംഗ് ടു ദ റൂൾ. When there are two sentences combined with the help of a conjunction and both the sentences have different tenses, change the tenses of both the sentences according to the rule, according to their rule, specific rule അനുസരിച്ച് ചേഞ്ച് ചെയ്യുക. ഇനി വരുന്നതാണ് another important change, change in pronouns, അല്ലേ? Changes in pronouns. This is the one area where most children are prone to make mistakes. അല്ലെങ്കിൽ മിസ്റ്റേക്സ് കൂടുതലായിട്ട് കാണുന്നത് ഈ പ്രൊനൗൺസിന്റെ ചേഞ്ച് വരുമ്പോഴാണ്. നമുക്കറിയാം അതിൽ തന്നെ എസ്പെഷ്യലി ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ ചേഞ്ച് വരുമ്പോഴാണ്, ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺ അല്ലെങ്കിൽ സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺ ചേഞ്ച് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് മിസ്റ്റേക്സ് വരുന്നത്. തേർഡ് പേഴ്സന്റെ കേസിൽ സേഫ് ആണ്. വൈ? തേർഡ് പേഴ്സൺ പ്രൊനൗൺസ് ഡു നോട്ട് ചേഞ്ച്. ഹി ഷീ ദേ എന്നുള്ള പ്രൊനൗൺസ് ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടെങ്കിൽ അതിനെ അങ്ങനെ തന്നെയാണ് നമ്മൾ എഴുതുന്നത്. അവിടെ സെൻസ് ചേഞ്ച് ഇല്ല, സോ മിസ്റ്റേക്സും കുറവാണ്. പക്ഷേ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ വരുമ്പം കൺഫ്യൂഷനാണ്. എത്ര നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് നമ്മൾ മിസ്റ്റേക്സ് വരുത്തും. ഏതാ ഫസ്റ്റ് പേഴ്സൺ? ലൈക്ക് ഐ വി പോലെയുള്ളത്. സെക്കൻഡ് പേഴ്സൺ യു, അത് ഓർത്തിരിക്കാം. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസിനെ എങ്ങനെ ചേഞ്ച് ചെയ്യാം? അപ്പം മനസ്സിൽ എപ്പോഴും വേണം ഏതാണ് റിപ്പോർട്ടഡ് സ്പീച്ച് പാർട്ട്, ഏതാണ് റിപ്പോർട്ടിംഗ് വെർബ് പാർട്ട് എന്ന് ഓർക്കണം. ഓക്കെ, ഇപ്പം നമ്മൾ റിപ്പോർട്ടിംഗ് വെർബ് പാർട്ട് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസ് ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടെങ്കിൽ, ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസ് ഉണ്ടെങ്കിൽ when it is changed into indirect speech, അവിടെ നമ്മൾ റിപ്പോർട്ടിംഗ് വെർബിന്റെ സബ്ജക്റ്റിനനുസരിച്ച് വേണം മാറ്റാൻ. സബ്ജക്റ്റ് ഓഫ് ദ റിപ്പോർട്ടിംഗ് വെർബ്. ഇനി ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺസ് ഉണ്ടെങ്കിൽ, സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺ ഏതാണ്? യു ആണ് ഒരു എക്സാമ്പിൾ എടുത്തത്. സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺ ഉണ്ടെങ്കിൽ ആ സെക്കൻഡ് പേഴ്സൺ പ്രൊനൗണിനെ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് അക്കോർഡിംഗ് ടു ദ ഒബ്ജക്റ്റ് ഓഫ് ദ റിപ്പോർട്ടിംഗ് വെർബ്. റിപ്പോർട്ടിംഗ് വെർബിലെ ഒബ്ജക്റ്റ്, ഫോർ എക്സാമ്പിൾ ഹി ടോൾഡ് മീ, ഹി ടോൾഡ് മീ, മീ, മീ എന്ന് പറയുന്നതാണ് അവിടുത്തെ ഒബ്ജക്റ്റ്. അപ്പം ആ ഒബ്ജക്റ്റിനനുസരിച്ച് വേണം സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺസിനെ മാറ്റാൻ. ഈ രണ്ട് പോയിന്റ്സിന് വെരി വെൽ എക്സ്പ്ലെയിൻഡ് ത്രൂ ദ എക്സാമ്പിൾ. ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ വഴി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹി സെഡ് ടു മീ ഐ ഹാവ് നെവർ സീൻ എ ലേസി ബോയ് ആസ് യു ആർ. അപ്പം നമുക്കറിയാം ഹി സെഡ് ടു മീ എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് വെർബ് പാർട്ടും ഐ ഹാവ് നെവർ സീൻ എ ലേസി ബോയ് ആസ് യു ആർ എന്ന് പറയുന്നത് ഡയറക്റ്റ് സ്പീച്ച് പാർട്ട് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് പാർട്ട്. അപ്പം നമ്മുടെ ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റിൻ്റെ അകത്ത് ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺ ഐയും ഉണ്ട്, സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺ യു ഉണ്ട്. അപ്പം നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺ ഐയെ ചേഞ്ച് ചെയ്യണത് നമ്മൾ പറഞ്ഞ റൂൾ അനുസരിച്ച് റിപ്പോർട്ടിംഗ് വെർബിലെ സബ്ജക്ട് പൊസിഷനിലുള്ള ആളെ നോക്കണം. സബ്ജക്ട് പൊസിഷനിലുള്ള പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്ത് വേണം മാറ്റാൻ, അല്ലെ? ആരാണ് സബ്ജക്റ്റിൽ വന്നിരിക്കുന്നത്? ഹി ആണ്. അപ്പോൾ ഐ എന്തായിട്ട് മാറണം? ഹി ആയിട്ട് മാറണം. ഇനി അടുത്തത് എന്താണ്? യു ഉണ്ട്, അല്ലെ? സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺ യു ഉണ്ട്. ആസ് യു ആർ. അപ്പൊ സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺ യു ഉണ്ട്. സെക്കൻഡ് പേഴ്സൺ പ്രൊനൗണിനെ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ്? റിപ്പോർട്ടിംഗ് വെർബിന്റെ അകത്തെ ഒബ്ജക്ട് പൊസിഷനിലുള്ള ആളെ ഡിപ്പെൻഡ് ചെയ്ത്. ആരാണ് ഇവിടെ ഒബ്ജക്ട് പൊസിഷനിൽ? മീ. മീയെ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, കാരണം അവിടെയാണ് കൂടുതൽ കൺഫ്യൂഷൻ വരുന്നത്. മോർ ദാൻ ദാറ്റ് ഓഫ് ദ സബ്ജക്ട് പൊസിഷൻ. ഒബ്ജക്ട് പൊസിഷനിലുള്ള വെച്ചിട്ട് മാറ്റുമ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നത്. അപ്പം യുയെ ചേഞ്ച് ചെയ്യേണ്ടത് മീയെ അനുസരിച്ച് വേണം, അല്ലെ? അപ്പൊ യു എന്നുള്ളത് മീ ആയതുകൊണ്ട് മീയുടെ അക്കോർഡിംഗ്ലി ഏത് പ്രൊനൗൺ വരാം? ഐ. നമ്മൾ യുയെ ഐ ആയിട്ട് മാറ്റുന്നു. നോക്കൂ, അപ്പൊ സെന്റൻസ് എങ്ങനെ മാറി? ഹി ടോൾഡ് മീ ദാറ്റ്, ഐക്ക് പകരം ഹി വന്നു. ഹി ഹാഡ് നെവർ സീൻ എ ലേസി ബോയ് ആസ്, യുവിന് പകരം ഐ വന്നു, ഐ വാസ്. ബാക്കിയുള്ള ചേഞ്ച് എങ്ങനെയാണ്? പാസ്റ്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റും സിമ്പിൾ പ്രസന്റിൽ കിടക്കുന്നത് സിമ്പിൾ പാസ്റ്റുമായിട്ട് മാറും. ആസ് യു ആർ എന്നുള്ളത് നമ്മൾ ആസ് ഐ വാസ് എന്നാക്കി, ആ സെന്റൻസ് മാറുന്ന അനുസരിച്ച്. ഹാവ് നെവർ സീൻ എന്നുള്ള പ്രസന്റ് പെർഫെക്റ്റിനെ ഹാഡ് നെവർ സീൻ എന്നാക്കി. അപ്പം ഇതാണ് അവിടുത്തെ ചേഞ്ച്. ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു യു. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം ഞാൻ. അതായത് ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റിലെ ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസിനെ ചേഞ്ച് ചെയ്യേണ്ടത് അക്കോർഡിംഗ് ടു ദ സബ്ജക്ട് ഓഫ് ദ റിപ്പോർട്ടിംഗ് വെർബ്. ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റിലെ സെക്കൻഡ് പേഴ്സണെ ചേഞ്ച് ചെയ്യേണ്ടത് അക്കോർഡിംഗ് ടു ദ ഒബ്ജക്ട് ഓഫ് ദ റിപ്പോർട്ടിംഗ് വെർബ്. ഇതാണ് പോയിന്റ്. ആസ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്, തേർഡ് പേഴ്സൺ പ്രൊനൗൺസിന് ചേഞ്ച് ഒന്നും വരാറില്ല. ഇനി ഇത്രയുമാണ് നമ്മൾ ചേഞ്ചസ് പറഞ്ഞപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന പോയിന്റ്സ് ഇതൊക്കെയാണ്. അപ്പം ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ട അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ, റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം
ടെൻസ് ചേഞ്ച് ഉണ്ട് അല്ലേ? ടെൻസ് ചേഞ്ച് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്. പക്ഷേ എല്ലാ സിറ്റുവേഷൻസിലും ടെൻസ് ചേഞ്ച് വേണ്ട. എല്ലാ സിറ്റുവേഷൻസിലും ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻഡയറക്റ്റ് ആക്കുമ്പോൾ ടെൻസ് ചേഞ്ച് വേണ്ട. വേണ്ടാത്ത സിറ്റുവേഷൻസ് ഏതൊക്കെയാണ് അതറിയാനായിട്ട് ആദ്യം നമ്മൾ തന്നിരിക്കുന്ന സെന്റൻസിലെ റിപ്പോർട്ടിംഗ് വെർബിനെ നോക്കണം. We have to understand the tense of the reporting verb. It's very important. Look at the reporting verb. തന്നിരിക്കുന്ന സെന്റൻസിലെ റിപ്പോർട്ടിംഗ് വെർബിനെ വേണം ബിഫോർ ചേഞ്ചിങ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. കാരണം if the reporting verb is in, ശ്രദ്ധിക്കണം, if the reporting verb is in simple present tense or simple future tense, present tenseലോ ഫ്യൂച്ചർ ടെൻസിലോ ആണെങ്കിൽ ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ടെൻസ് ചേഞ്ച് വേണ്ട. സിംപ്ലി പഞ്ച്വേഷൻസ് മാറ്റി കൺജങ്ഷൻ യൂസ് ചെയ്ത് കമ്പൈൻ ചെയ്താൽ മതി. ടെൻസ് ചേഞ്ച് പാടില്ല. അത് മിക്കവാറും ഡിക്ലറേറ്റീവ് സെന്റൻസസിന്റെ കേസിലാണ് ഇത് വരുന്നത്. അപ്പം ഓർത്തിരിക്കുക, ഒന്നുകൂടെ ഓർക്കുക. എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ നോർമലി നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടിംഗ് വെർബ് എങ്ങനെയായിരിക്കും? ടോൾഡ്, ആസ്ക്ഡ്, സെഡ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും. എല്ലാം പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ? ഡി ഉണ്ട്. സെഡ്, ആസ്ക്ഡ്, ടോൾഡ്. ഡ പറയാൻ ഡ ഷുഡ് ബി സൈലന്റ്. മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഡ എടുത്ത് പറഞ്ഞതാണ്. അപ്പം അതായത് പാസ്റ്റ് ടെൻസിലാണ് റിപ്പോർട്ടിംഗ് വെർബ്. ഇഫ് ദ റിപ്പോർട്ടിംഗ് വെർബ് ഈസ് ഇൻ പാസ്റ്റ് ടെൻസ് നമ്മളിപ്പോൾ പറഞ്ഞ റൂൾസ് എല്ലാം അതേപോലെ അപ്ലൈ ചെയ്യുക. നോ ചേഞ്ച്. ടെൻസ് ചേഞ്ച് വരും. ബാക്കി വ്യത്യാസങ്ങളൊന്നുമില്ല. ടെൻസ് ചേഞ്ച് വരും. പക്ഷേ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന പെർട്ടിക്കുലർ സിറ്റുവേഷൻ എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ പ്രസന്റ് ടെൻസിലോ, എങ്ങനെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ അത് വരാം? സേ, സേസ്, ആസ്ക്, ആസ്ക്, അങ്ങനെ. അതുപോലെ ഫ്യൂച്ചർ റെഫറൻസോ വിൽ സേ ഇങ്ങനെയോ വന്നാൽ ഡയറക്റ്റ് സ്പീച്ചിന്റെ ടെൻസ് ചേഞ്ച് ചെയ്യണ്ട. റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ടെൻസ് അവിടെ ചേഞ്ച് ചെയ്യണ്ട. നോട്ട് ഓൺലി ദിസ്, ഈ ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്ട് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന ആക്ഷൻസ്, ഹാബിച്വൽ ആക്ഷൻസ്, ഇത് ഏതെങ്കിലും ആണെങ്കിൽ അപ്പോഴും ടെൻസ് ചേഞ്ച് വേണ്ട. അപ്പൊ ടെൻസ് ചേഞ്ച് വേണ്ടാത്ത 3 സിറ്റുവേഷൻസ് ആണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഏത് സെന്റൻസ് കിട്ടിയാലും ഡെഫിനറ്റ്ലി മേക്ക് ഷുവർ നമ്മൾ റിപ്പോർട്ടിംഗ് വെർബിന്റെ ടെൻസ് നോക്കിയിരിക്കണം. റിപ്പോർട്ടിംഗ് വെർബിന്റെ ടെൻസ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ടെൻസ് ചേഞ്ച് ഉണ്ട്. നമ്മൾ ഇതുവരെയും പഠിച്ചതുപോലെ ചേഞ്ച് ചെയ്യും. റിപ്പോർട്ടിംഗ് വെർബിന്റെ ടെൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ റെഫറൻസ്, or if the direct statement is expressing a universal fact, universal truth, historical fact, or any habitual action, no tense change. Tense change വേണ്ട, ബാക്കിയുള്ള ചേഞ്ചസ് അപ്ലൈ ചെയ്യാം. Hope this is clear. For example നോക്കൂ. The teacher said the sun rises in the east. അപ്പോൾ നമുക്കറിയാം the teacher said എന്ന് പറയുന്നത് that is the reported verb part and the sun rises in the east is a reported speech. അപ്പം the sun rises in the east, we all know this fact. ഇതൊരു പ്രപഞ്ച സത്യമാണ് അല്ലെ, യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അതുകൊണ്ട് അവിടെ ടെൻസ് ചേഞ്ച് പാടില്ല. പറ്റുമോ മാറ്റാൻ? പറ്റില്ല. the sun rises in the east ടെൻസ് മാറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ എങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് റിമൂവ് ദ പങ്ക്ച്വേഷൻ മാർക്സ് ആൻഡ് ജോയിൻ ഇറ്റ് യൂസിങ് എ കൺജങ്ഷൻ ദാറ്റ്. എന്താണ്? the teacher said that the sun rises in the east. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ്. സോ നമ്മൾ ചിന്തിക്കും മാറ്റണ്ടേ? വേണ്ട. എന്തുകൊണ്ട് ഇവിടെ മാറ്റിയില്ല? ഇവിടെ മാറ്റാഞ്ഞത് ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. സെയിം ഈസ് ദ കേസ് വിത്ത് ഹാബിച്വൽ ആക്ഷൻ ആൻഡ് ഹിസ്റ്റോറിക്കൽ ഫാക്ട്. ഹിസ്റ്റോറിക്കൽ ഫാക്ട് ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആയ ഇയർ പറയുന്നു. അത് പറയുമ്പോൾ നമുക്ക് അവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ദാറ്റ്സ് എ ഫാക്ട്. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പം നോ ടെൻസ് ചേഞ്ച്. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് അസോസിയേറ്റഡ് വിത്ത് റിപ്പോർട്ടഡ് സ്പീച്ച്, അല്ലെങ്കിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ്. ഇനി എന്തൊക്കെയാണ് ടെൻസ് ചേഞ്ചസ് അറ്റ് എ ഗ്ലാൻസ് എന്ന് ഞാൻ മെൻഷൻ ചെയ്തിട്ട് പെട്ടെന്ന് പറഞ്ഞു പോവാം. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനിയാണ് ഇമ്പോർട്ടൻറ്റ് തിങ്, പാസ്റ്റ് പെർഫെക്റ്റ് നോ ചേഞ്ച്. അതായത് ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത്
പാസ്റ്റ് പെർഫെക്റ്റിലാണെങ്കിൽ അവിടെ ടെൻസ് ചേഞ്ച് വേണ്ട, പാസ്റ്റ് പെർഫെക്റ്റിൽ തന്നെ നമ്മൾ ചേഞ്ച് ചെയ്താൽ മതി. ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻഡയറക്റ്റ് ആവുമ്പോൾ ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റും ഏതിലായിരിക്കും? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ തന്നെ ആയിരിക്കും. ഓക്കെ, അടുത്തത് ഫ്യൂച്ചർ പ്രസന്റ് കണ്ടീഷണൽ. ലൈക്ക് വിൽ എന്തായിട്ട് മാറും? വുഡ് ആയിട്ട് മാറും. ഫ്യൂച്ചർ കണ്ടിന്യൂസ് കണ്ടീഷണൽ കണ്ടിന്യൂസ് ആയിട്ട് മാറും. അതായത് ഇപ്പൊ വിൽ ബി സേയിങ് എന്നാണെങ്കിൽ വുഡ് ബി സേയിങ് എന്നാവും. അതാണ് അവിടെ പറഞ്ഞത്. ഇനി എന്താണ് അടുത്ത ചേഞ്ച് നമ്മൾ പറഞ്ഞത്? നിയർനെസ് എക്സ്പ്രസ് ചെയ്യുന്ന വേർഡ്സ് അതെങ്ങനെ മാറും? Again at a glance. Here, there, now, then, ago, before, this morning, that morning, from next day, the following day, yesterday, the previous day, this, that, hence, then. അത് നമ്മൾ അത്രയും കോമൺ ആയിട്ട് കാണാറില്ല, എങ്കിലും ഓർത്ത് വെച്ചോളൂ. ഹെൻസ്, ദെൻസ്, കം, ഗോ, അഗെയിൻ, അതും ചില സിറ്റുവേഷൻസിലാണ്. ദീസ്, ദോസ്. അപ്പൊ ഇതാണ് റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ്, അല്ലെങ്കിൽ അതുമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. എന്തൊക്കെയാണ് ചേഞ്ചസ് വരുന്നത്, എവിടെയൊക്കെ ചേഞ്ചസ് വരില്ല, റിപ്പോർട്ടിംഗ് വെർബ് എങ്ങനെ ചൂസ് ചെയ്യുന്നു, ഇതൊക്കെ ആണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ടു റിമെമ്പർ. അപ്പം ഇനി നമുക്ക് ടൈപ്പ് ഓഫ് സെന്റൻസസ് നോക്കണം. നമുക്കറിയാം ഓരോ സെന്റൻസസും ചേഞ്ച് ചെയ്യാൻ ഓരോ മെത്തേഡ് ഉണ്ട്. ഡിക്ലറേറ്റീവ് സെന്റൻസിന്റെ കേസിൽ ഇറ്റ്സ് ഓക്കെ, കാരണം ഈ റൂൾസ് ഡയറക്റ്റ്ലി നമ്മൾ അപ്ലൈ ചെയ്തു. ബട്ട് വെൻ വി കം ടു ഇന്ററോഗേറ്റീവ് അല്ലെങ്കിൽ ഇമ്പറേറ്റീവ്, അവിടെ രണ്ട് ടൈപ്പ് ഒക്കെ വരുന്നുണ്ട്, അവിടെ കുറച്ച് ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പം ആ ചേഞ്ചസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ, നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഹോപ്പ് ദിസ് ഈസ് യൂസ്ഫുൾ ടു യു. എഗെയിൻ ഐ റിപ്പീറ്റ്, ഇതൊരു ക്യാപ്സ്യൂൾ ഫോമിൽ പെട്ടെന്നാണ് ഡിസ്കസ് ചെയ്തതെന്നറിയാം. ക്യാപ്സ്യൂൾ ഫോമിൽ ഡിസ്കസ് ചെയ്തതാണ്. പെട്ടെന്നൊന്ന് കേട്ടു പോകാൻ, എന്തൊക്കെ പോയിന്റ്സ് ഓർത്തിരിക്കണം എന്നുള്ളതൊന്ന് കേട്ടു പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇടയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ട് പോകുന്നത്. ശരി, അപ്പം സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ റിലേറ്റഡ് ടു റിപ്പോർട്ടഡ് സ്പീച്ച്. താങ്ക് യു.